കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണ്. അത് 10 പേര് ഇവിടെ അണിനിരക്കുകയാണ്. അപ്പോൾ ഏതെക്കാലം വളരെയധികം സന്തോഷമുണ്ട്. ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള കോൺഗ്രസ് പാർട്ടി തീരുമാനങ്ങളെടുത്ത് മുൻനിരയിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം, മറ്റൊന്നുമല്ല, വലിയൊരു മുന്നേറ്റം. കഴിഞ്ഞ 5 വർഷക്കാലത്തിന് മുമ്പ് എങ്ങനെയായിരുന്നോ ഈ ത്രിതല പഞ്ചായത്ത്, കോട്ടയം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും, ഈ പ്രദേശങ്ങളിലെല്ലാം ഭരണം നമുക്ക് ഉറപ്പാക്കുവാൻ കഴിഞ്ഞു. ഈ പ്രാവശ്യം അതിനേക്കാൾ കൂടുതൽ വലിയൊരു മുന്നേറ്റത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെന്നെത്തും. ഇവരൊക്കെ അതിൻ്റെ സാരഥികളാണ്. എല്ലാവരും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രവർത്തന പരിചയമുള്ളവരാണ്. ഈ സന്ദർഭത്തിൽ എല്ലാവരുടെയും, അത് ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗത്തിന്റെ വോട്ടർമാരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാ ആശംസകളും സ്ഥാനാർത്ഥികൾക്കും ജനങ്ങൾക്കും എല്ലാം ഏൽപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ കുറവണങ്ങാടാണ് ഡിവിഷൻ. പി സി കുര്യൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ബാങ്കിന്റെ ബോർഡ് മെമ്പർ, എല്ലാ നിലയിലും പ്രാഗൽഭ്യം തെളിയിച്ച ആളാണ്. എന്നാൽ നമ്മുടെ ജോളി മടിയക്കുഴി കാഞ്ഞിരപ്പള്ളിയാണ്. പല പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് ആവുകയും ഇപ്പോൾ നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുകയും ചെയ്യുന്ന ആളാണ് ജോളി മടക്കക്കുഴി. നമ്മുടെ പെണ്ണമ്മ ടീച്ചറാണ് നമ്മുടെ പണ്ടങ്ങാരത്തുള്ള സ്ഥാനാർത്ഥി. നമ്മുടെ വനിതാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ബാങ്കിന്റെ ബോർഡ് മെമ്പറാണ്. ആ ഡിവിഷൻ തന്നെ AD മെമ്പറാണ്. നമ്മുടെ ഏറ്റവും സീനിയറായ വനിതാ നേതാവാണ്. അതുപോലെ നമ്മൾ ഇപ്പുറത്ത് നിൽക്കുന്ന അയർക്കുത്ത് നമ്മൾ മത്സരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥിയാണ്. നമ്മുടെ ചിഹ്നത്തിലല്ല, ഒരു തീരുമാന അടിസ്ഥാനത്തിൽ നമ്മൾ മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഷാള് ആ നിലയ്ക്ക് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ജിലു ജോൺ നല്ലൊരു സംരംഭകയാണ്. നമ്മുടെ മണ്ണക്കാട് അയർക്കുന്ന മേഖലയിൽ ഏറ്റവും നല്ല സാധ്യതയുള്ള കുടുംബത്തിൽപ്പെട്ട ആളാണ്. ജിലു ജോണാണ് നമ്മുടെ അയർക്കുന്നിന്റെ സ്ഥാനാർത്ഥി. നമ്മുടെ ഷിബി മത്തായി ഉഴവൂർ ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ്. വെളിയന്നൂരെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. 2 പ്രാവശ്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു, മെമ്പറായിരുന്നു. ഒന്നാം തരം ഒരു സംരംഭം കൂടിയാണ്. ഷിബി മത്തായി ആണ് നമ്മുടെ ഉഴവൂരെ സ്ഥാനാർത്ഥി. ഇത് നമ്മുടെ ഡിംപിൾ നിമ്മി നമ്മുടെ കൊടുവനാല് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. നമ്മുടെ വാട്ടർ അതോറിറ്റി ഇപ്പോഴത്തെ മെമ്പറാണ്. നല്ല നിലയിൽ പ്രായം തെളിയിച്ചാണ് കൊല്ലം പഞ്ചായത്തിൽ. നിമ്മിയാണ് നമ്മുടെ കിടങ്ങൂരെ നമ്മുടെ സ്ഥാനാർത്ഥി. ഇത് നമ്മുടെ മിനി സാവിയോ പൂഞ്ഞാർ എന്നുള്ള നമ്മുടെ സ്ഥാനാർത്ഥിയാണ്. മിനി സാവിയോ നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇപ്പോൾ നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ചെറുനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട്. എല്ലാ നിലയും നല്ല പരിചയമുള്ള ആളാണ് മിനി സാവിയോ. നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും കൂടിയാണ്. സൈനമ്മ ഷാജു കടുത്തുരുത്തിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി. സൈനമ്മ കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ആ മേഖലയിൽ നല്ല നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പാർട്ടിയുടെ പ്രിയപ്പെട്ട വനിതയാണ്. നമ്മുടെ അമ്മണി തോമസ് ഏറ്റവും പരിണതപ്രജ്ഞയായ സ്ഥാനാർത്ഥിയാണ്. അമ്മണി തലനാട് ഡിവിഷൻ പഴയ മൂന്നലമാണ് ഇപ്പോൾ തലനാടായിട്ട് വന്നിരിക്കുന്നത്. അമ്മണി തോമസ് തീക്കോയി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറാണ്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അങ്ങനെ ഏറ്റവും സീനിയറായ ആളാണ് അമ്മണി തോമസ്. അതുപോലെ നമ്മുടെ ജിം അലക്സ്. ഈ ജിം എന്ന് പറയുന്ന പോലെ ഫിസിക്കൽ അല്ലെങ്കിലും മനസ്സിൽ ഭയങ്കര ജിമ്മാണ്. ജിമ്മ് 2 പ്രാവശ്യം മുമ്പ്, കഴിഞ്ഞ 50 പ്രാവശ്യം അതിരമ്പാട് ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ച് 2ാം സ്ഥാനത്ത് വന്ന ആളാണ്. ഏറ്റവും നമ്മുടെ അതിരമ്പുഴ കോട്ടയം ഏറ്റവും മേഖല ഏറ്റവും പ്രഗത്ഭനായ ഒരു യുവ നേതാവാണ്. അദ്ദേഹമാണ് ഇപ്പോൾ നമുക്ക് അതിരമ്പുഴ നമ്മുടെ സാരഥിയായിട്ട് വന്നിരിക്കുന്നത്. ജിം അലക്സ് അദ്ദേഹമാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി. 10 പേരുമായി 10 പേരുമായിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാ ആശംസകളും